പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് റെഡിയാക്കിയ എൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി ഞാൻ റെഡിയാക്കിയൊരു ടോപ്പ്, അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. നമുക്ക് തയ്ക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ. അപ്പോൾ ഒരു നൈറ്റി പീസാണിത്. നൈറ്റി പീസിൽ ഞാൻ എൻ്റെ അളവുകളെല്ലാം എടുത്ത് കട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അളവുകൾ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ഡ്രസ്സിൽ നിന്ന് എടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ രാവിലെ മുതൽ ഇരുന്ന് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കുറേ കാണും, എന്നിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. കുറേ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഇന്നിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കോളറുള്ളൊരു ടോപ്പാണ് കേട്ടോ, നമ്മുടെ വി കോളർ. അപ്പോൾ അതിനുള്ള കോളറിൻ്റെ അളവൊക്കെ എടുത്ത് അത് കട്ട് ചെയ്തു. ദെൻ കൈക്കുള്ളത് ഞാൻ പേപ്പറിൽ ആദ്യം കട്ട് ചെയ്യും, എന്നിട്ടാണ് മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, തെറ്റിപ്പോവില്ല. അങ്ങനെ വീണ്ടും എല്ലാ അളവുകളൊക്കെ എടുത്ത് കൈയുടെ താഴെ ഒരു ചെറിയ പടി പോലെ ചെറിയൊരു പീസും കൂടി വെക്കുന്നുണ്ട്. അതിനും ഉള്ള പീസെല്ലാം ഈ വെട്ടി മാറ്റിയ പീസിൽ നിന്നും എല്ലാം റെഡിയാക്കി ഞാനിനി തയ്ക്കാനായിട്ട് പോവാണ്. സ്വന്തമായിട്ട് തയ്ച്ചിടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൊറോണ സമയത്താണ് ആദ്യമായിട്ട് മെഷീൻ വാങ്ങിക്കുന്നത്. 2500 രൂപ കൊടുത്തിട്ട് ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ യൂട്യൂബ് കണ്ടിട്ടാണ് ഓരോന്ന് ചെയ്ത് പഠിച്ചത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉള്ളൂ. എന്തായാലും ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. തയ്ക്കണ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ഇത് കണ്ട് ആസ്വദിച്ചോളൂ. ഓക്കെ, ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കാലത്തും നഷ്ടം വരുന്നൊരു കാര്യമല്ല. പൈസ കൊടുത്തു പോയി പഠിക്കാൻ പറ്റില്ലാത്തൊരു യൂട്യൂബ് നോക്കിയിട്ട് വീഡിയോ കണ്ട് പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ഒരിക്കലും ഇതുപോലെ തയ്ച്ച് ഞാൻ സ്വന്തമായിട്ടൊരു ചുരിദാർ ഇടും എന്നുള്ളതൊന്നും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സ്വന്തം നമ്മുടെ ഇടുന്ന ഡ്രസ്സിൽ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്ത് പെട്ടെന്ന് തയ്ക്കാനും പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ, താല്പര്യം ഇല്ലെങ്കിലും കുറച്ച് ദിവസമൊക്കെ ഇതൊരു വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏകദേശം ഇത് എന്നൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്ക്. ഈ സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം മെഷീനൊന്ന് ചവിട്ടി പഠിക്കുക എന്നുള്ളതാണ്. അത് എനിക്ക് പെട്ടെന്ന് പറ്റി. ഫസ്റ്റ് ഞാൻ ഒരു മെഷീൻ ചവിട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് വിനീത, എൻ്റെ കൂട്ടുകാരിയുടെ വിനീതയുണ്ട്. വിനീതയുടെ വീട്ടിലൊരു മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മെഷീനിലാണ് ആദ്യമായിട്ട് ഞാൻ ഒന്ന് ചവിട്ടി പഠിച്ച്. അതും ഒരു ദിവസം വെറുതെ വീട്ടിൽ പോയപ്പോൾ അവിടെ മെഷീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ട് വെറുതെ ചവിട്ടി നോക്കി. അന്നൊരു പാവാട തയ്ച്ചു ഞാൻ, കുട്ടി പാവാട. അത് ശരിയായില്ല. എന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ അടിവശം കൂട്ടി ചേർത്തിട്ട് ഒരു വള്ളിയും പിടിപ്പിച്ചൊരു ബാഗ് പോലെ ആക്കി ഇവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണത്. അതിനുശേഷം പിന്നെ കൊറോണ സമയത്താണ് മെഷീൻ പെട്ടെന്ന് തന്നെ ചവിട്ടാൻ പഠിച്ചു, പിന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. ഞാൻ സ്റ്റിച്ച് ചെയ്ത എല്ലാ ഡ്രസ്സുകളും ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ പിറന്നാളിന് ഞാൻ തയ്ച്ച ഡ്രസ്സിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്തത്. അതിൽ പര സന്തോഷം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തയ്ക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഞാൻ എൻ്റെ ചുരിദാറുകളൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. വീട്ടിലിടാനുള്ള ഡ്രസ്സും അതും ഇതൊക്കെ ഇങ്ങനെ കുറേയൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളെ ഞാൻ അറിയിക്കാം. എന്തായാലും ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
സ്ലീവും പിന്നെ നമ്മുടെ കോളറും ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഷേപ്പ് ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബൈ.